എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതൊരു തക്കാളിക്കറി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിനകത്തേക്ക് തുള്ളി ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പകുതി വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് തക്കാളി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും സവാളയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തുള്ളി ടൊമാറ്റോ സോസും തുള്ളി സോയാ സോസും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് കുറുക്കിയെടുത്താൽ മതി. ചെറുതായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ചാറൊന്ന് വറ്റുന്ന രീതി, വെള്ളം ഒന്ന് വറ്റുന്ന രീതി ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. തുള്ളി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ തക്കാളിക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.